ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത് എന്നല്ല ഓർക്കുന്നുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിന് 62 കിലോമീറ്റേഴ്സ് ദൂരത്തിലുള്ള മന്ദാരഗിരി ഹിൽസ് ആണ്. അതെ, ഹിൽസ് എന്ന് കേട്ട ഉടനെ വലിയൊരു കുന്നായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇല്ല, വളരെ ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹില്ലാണ്. അത് മാത്രമല്ല നല്ലൊരു വ്യൂ പോയിന്റും കൂടിയാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. അവിടുത്തെ ടെമ്പിളും അത്ര വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പം ചെറുതായിട്ട് മഴ വരുന്ന പോലെ ഉണ്ട്, കാരണം മഴക്കാലം തുടങ്ങിയല്ലോ. അതുകൊണ്ട് ബൈക്കിൽ പോവാന്ന് വിചാരിച്ച് ഞങ്ങളുടെ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ കാർ എടുത്തു. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ നെലമംഗല വഴിയാണ് പോകുന്നുള്ളത്. ഈ കാണുന്നത് തുംകൂർ റോഡാണ്. കണ്ടില്ല, ഇവിടെ ഒരു ടോളും കൂടിയുണ്ട്. ആകാശം മൊത്തം ക്ലൗഡിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ മഴ പെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും കുഴപ്പമില്ല, പോകാതിരിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ 3-4 ട്രക്ക് ഉണ്ടായിരുന്നു. വലിയൊരു ഈ വിൻഡ് മില്ലിൻ്റെ ഫാനാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ലീഫാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഓരോ ലീഫ് തന്നെ ഇത്രയും വലുതാണ്. പക്ഷെ നമുക്ക് ദൂരേന്ന് കാണുമ്പോൾ ആ വിൻഡ് മില്ല്, അതായത് ആ ചെറിയ ഒരു ഫാനായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഓരോ ലീഫാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. എത്രമാത്രം ഒരു ലെങ്ത് ആണെന്ന് കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. ഈ കാണുന്നതാണ് മന്ദാരഗിരി ഹിൽസ് പോകേണ്ട ആ ഒരു വില്ലേജിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പം നമ്മൾ കടന്നു വന്നത്. അപ്പം ഇവിടെ ഒരു റെയിൽവേ ട്രാക്കും കൂടി നമ്മൾ കടന്നു ചെല്ലേണ്ടതാണ്. അപ്പോൾ ആ കാണുന്നതാണ് മന്ദാരഗിരി ഹിൽസ്. ദൂരത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അതിൻ്റെ മേളിൽ ആ ഒരു വൈറ്റ് പെയിൻറ്റിൽ അവർ എഴുതിയേക്കുന്നത് മന്ദാരഗിരി ഹിൽസ് എന്നാണ്. ഇത് കണ്ടില്ലേ. അപ്പം ബാക്കി അപ്ഡേറ്റ്സൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഓരോന്നായി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് മന്ദാരഗിരി ഹിൽസ് കയറാം. കണ്ടില്ലേ, ഈ കാണുന്നതാണ് മന്ദാരഗിരി ഹിൽസ്. കണ്ടില്ലേ, എൻട്രൻസിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇളനീ, കൂൾ ഡ്രിങ്ക്സും പിന്നെ സ്നാക്സൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് മന്ദാരഗിരി ഹിൽസ് കയറാൻ പോവാണ്. ഈ പാറയുടെ മുകളിൽ ഒരു മരം നിൽക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ മേളിൽ കാണുന്ന മരമില്ല, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അവിടെ നമുക്കൊരു മയിൽപീലിയുടെ ഷേപ്പിലുള്ള ഒരു ടെമ്പിളാണ് ആ കാണുന്നത്. അപ്പം ഈ കൊന്ന് കയറി ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അങ്ങനെ മുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. അതായത് മന്ദാരഗിരി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പാണ് നമ്മളിപ്പം കയറി ചെല്ലാൻ പോകുന്നത്. അപ്പം ടോട്ടൽ 450 സ്റ്റെപ്സ് ആണ് നമുക്ക് കയറാനായിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന പാറേനെ തന്നെ നല്ല രീതിയിൽ വെട്ടി പണിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റെപ്സാണ് നമുക്ക് കയറി ചെല്ലാനായിട്ടുള്ളത്. ആ സ്റ്റെപ്സ് ഓരോന്നും അത്ര നല്ല ഒരു ക്ലിയർ കട്ടായ ഷേപ്സിൽ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അതായത് കുട്ടികൾ മുതൽ വലിയവരാണെങ്കിൽ പോലും എളുപ്പത്തിൽ കയറി ചെല്ലാവുന്നതാണ്. കുറച്ച് വയസ്സായിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഈ കൈപ്പിടി താഴെ മുതൽ മേളിൽ വരെയും നമുക്ക് ഈ കൈപ്പിടി ഉണ്ട്, ഇരുമ്പിൻ്റെ കൈപ്പിടി. അപ്പം നമുക്ക് പിടിച്ച് കയറി ചെല്ലാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഏത് വയസ്സിലുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു ഹില്ല് കയറാവുന്നതാണ്. അപ്പം ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മടിക്കാതെ വരാവുന്നതാണ്. ടോട്ടൽ 450 സ്റ്റെപ്സ് ആണ് നമുക്കിവിടെ കയറാനായിട്ടുള്ളത്. കേൾക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തോന്നുകയാണെങ്കിലും കയറുമ്പോൾ ഭയങ്കര ടയർഡായിരിക്കും. ഒരു ഹാഫ് കയറി ഈ ഒരു ഹാഫ് സ്റ്റെപ്സും കൂടി കയറാനുണ്ട്. അങ്ങനെ അവിടെയും ഇവിടെയും തപ്പി പിടിച്ച് ഞാൻ പയ്യെ കയറിക്കൊണ്ടിരുന്നു. ഹരി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ റോഡിൽ വെച്ച് കണ്ട മന്ദാരഗിരി ഹിൽസ് എന്ന ആ ഒരു പെയിൻറ്റിങ്. അപ്പം അതാണ് ഈ കാണുന്നുള്ളത്. എന്തായാലും എനിക്ക് സ്റ്റാമിന പോരായിരുന്നു. ഞാൻ പയ്യെ ആയിരുന്നു പിടിച്ച് കയറുന്നുണ്ടായത്. എന്നെക്കാളും പിന്നിൽ വന്നവരൊക്കെ ഉണ്ട് ഓടിച്ചാടി മേളിൽ കയറിക്കൊണ്ട്. ഹരിയും അത്ര തന്നെ പെട്ടെന്ന് കയറിയായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ട ആ ഒരു മരമാണ് നിങ്ങൾ ഈ അടുത്തുനിന്ന് കാണുന്നുള്ളത്. അപ്പം നമുക്കിനി അകത്തേക്ക് ചെല്ലാം. അതിനു മുന്നേ സ്ലിപ്പർ നമ്മൾ ഇവിടെയാണ് അയച്ചു വെച്ചിട്ട് പോകേണ്ടത്. അപ്പം നമുക്കിനി അകത്തോട്ട് കയറിച്ചെല്ലാം. അപ്പം എൻട്രൻസ് ഫീ ഒരു 10 റുപ്പീസാണ് പെർ ഹെഡ് ഇവർ മേടിക്കുന്നുള്ളത്. അങ്ങനെ ടിക്കറ്റ് മേടിച്ചു. അപ്പോൾ ഗൈസ് അങ്ങനെ മെയിൻ പീക്ക് പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് നമ്മൾ താഴേന്ന് കണ്ടിരുന്ന ഏറ്റവും ടോപ്പിലുണ്ടായ മരം. കണ്ടില്ലേ, ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് തന്നെ കണ്ടില്ലേ, എത്ര ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന്. അപ്പം ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഇത്ര മുകളിൽ ഇങ്ങനൊരു മരം എങ്ങനെ വന്നെന്നായിരിക്കും നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ മരം ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യലായ ഒരു മരം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ആദ്യം വന്നപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇത്ര മലയുടെ മുകളിൽ ഒരു മരം എങ്ങനെ വന്നു എന്ന്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അത് ആർട്ടിഫിഷ്യലായ ഒരു മരമാണെന്ന് കണ്ടില്ല. കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അത് യഥാർത്ഥമായ മരമായിട്ടേ തോന്നത്തുള്ളൂ. കണ്ടില്ല, നല്ല ഒരു ഭംഗിയാണ്. പക്ഷെ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലേറെ ഭംഗിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ല, ഈ കാണുന്നതാണ് ഇവിടുന്ന് കാണാവുന്ന ഒരു വ്യൂ. കണ്ടില്ലേ, നല്ല ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. മൊത്തം ഗ്രീനറി ആണ്. അപ്പം നമുക്കിവിടെ ചെറിയൊരു കുളം കൂടിയുണ്ട്. അതുമാത്രമല്ല ഒരു വലിയ ലേക്കും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ടെമ്പിൾ കണ്ടിട്ട് അതിനുശേഷം ലേക്ക് ചെന്ന് കാണാം. ഈ മരം ശരിക്കും ഒരു ഇരുമ്പ്, അതായത് അയരൺ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പം നമ്മൾ ഇപ്പം ടെമ്പിളിനകത്ത് എൻ്റർ ആയിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന ടെമ്പിൾസൊക്കെ ഉണ്ടല്ലോ ജൈൻ ടെമ്പിൾസ് ആണ്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജൈൻ ടെമ്പിളിനെ കുറിച്ച് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചെന്ന് കാണണം. അപ്പം ജൈന മതത്തിൽ വരുന്ന ഒത്തിരി ഗുരുക്കന്മാരുടെ ടെമ്പിളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇറങ്ങിയ ഉടനെ ഹരി ഭയങ്കര ബിസി ആയിരുന്നു. ആർക്കൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും മറ്റുള്ളവരുടെ സഹായം ചോദിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം കണ്ടില്ലേ, ഒത്തിരി അനിമൽസിൻ്റെ സ്റ്റാച്യൂവും കൂടി ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും ഈക്വൽ ആയിട്ട് ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു തീമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വലിയ ലേക്ക്. അപ്പം നമുക്ക് താഴേലൂടെ വേണം ഇറങ്ങിച്ചെല്ലാനായിട്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഒത്തിരി വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ്. ഇത്രയും മേളിൽ നിന്നിട്ട് പോലും ആ ഒരു നല്ല തണുത്ത കാറ്റും പിന്നെ ആ ഒരു ക്ലൈമറ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് സത്യത്തിൽ. ഇവിടെ കാണാനായിട്ട് ഒരു കുഞ്ഞു കുളവും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ലേക്കുമാണ് ഉള്ളത്. ഇവിടെ ഇതുപോലെ 2-3 കുളങ്ങളുണ്ട്. ദേ കണ്ടില്ലേ, ഈ വശത്തും ഒന്നുണ്ട്.
ഇപ്പം നല്ല രീതിയിലൊരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെള്ളം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു കുഞ്ഞിക്കുളം. വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചെന്ന് റിലാക്സ് ചെയ്തു. അപ്പം വൈകിക്കാതെ തന്നെ നമുക്കിനി വലിയ ലേക്ക് കാണാൻ പോവാം. അപ്പം ഗൈസ്, നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ. ഹരി വന്നില്ല, ടയർഡാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓടിച്ചെന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ലേക്കിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ എത്ര വലിയൊരു ലേക്കാണെന്ന്. ആ താഴെ കാണുന്നുള്ളതൊക്കെ ആളുകളാണ്. അതായത് എത്ര ഒരു ഹൈറ്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കണ്ടില്ലേ എത്ര ചെറുതായിട്ടാണ് മനുഷ്യന്മാരൊക്കെ കാണുന്നുള്ളതെന്ന്. നല്ല ഒരു കടലിൻ്റെ ഫീലാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നുള്ളത്. കണ്ടില്ലേ, ഒരു ശാന്തമായ അനക്കമില്ലാത്ത വെള്ളം, നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളമാണ്. അപ്പം വൈകിക്കാതെ തന്നെ നമുക്കിനി ആ കാണുന്ന മയിൽപീലിയുടെ ഷേപ്പിലുള്ള ടെമ്പിളിലേക്ക് ചെല്ലാം. ഇവിടെ നിന്നൊരു 200 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം വണ്ടി എടുത്തു. അപ്പം കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചെരുപ്പ് ഇവിടെ അയച്ചു വെക്കേണ്ടതാണ്. അവർ നമുക്കൊരു ടോക്കൺ കൂടി തരും. അപ്പം 10 റുപ്പീസാണ് ഇവിടെയും എൻട്രി ഫീസ് ഒരാൾക്ക്. അപ്പം നമുക്ക് എൻട്രൻസിൽ തന്നെ ചന്ദ്രനാഥ തീർത്ഥാങ്കര എന്ന ജൈനമതത്തിലെ ഒരു ഗുരുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പം ജസ്റ്റ് കയറി ഇറങ്ങിയ മന്ദാരഗിരി ഹിൽസ്. മനുഷ്യരൊക്കെ കണ്ടില്ലേ എത്ര ചെറുതായിട്ടാണ് കാണുന്നുള്ളതെന്ന്. അപ്പോൾ കണ്ടില്ലേ, മയിൽപീലിയുടെ ഒരു ഡിസൈനുള്ള ഗുരുവിൻ്റെ മന്ദിരാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അപ്പം ജൈനമതത്തിൻ്റെ ഒരു ഗുരുവിൻ്റെ സ്റ്റാച്ചുവും കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അതുമാത്രമല്ല, ഇങ്ങനെ വാൾസിലൊക്കെ ഒത്തിരി പെയിൻറ്റിങ്സ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇവിടുത്തെ ഗുരുവിൻ്റെ സ്റ്റോറിയാണ് നമുക്കതിൽ കണ്ട് മനസ്സിലാക്കാവുന്നത്. ഒത്തിരി ക്ഷീണിച്ചിരുന്ന ഞങ്ങൾ ആദ്യം സോഡ പൊട്ടിച്ച് കുടിച്ചു. പിന്നെ സ്പൈസി ആയ ഒരു ചുർമുറിയും മേടിച്ച് കഴിച്ചു. അപ്പോൾ ഗൈസ്, ഈ കണ്ടതാണ് മന്ദാരഗിരി ഹിൽസ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയം ഒത്തിരി വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കയറാനും ഇവിടുത്തെ സ്ഥലം നല്ല രീതിയിൽ കാണാനും പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയിലില്ലാത്ത സമയത്ത് വരാൻ നോക്കുക, അല്ലെങ്കിൽ വെളുപ്പിന് അല്ലെങ്കിൽ സൺസെറ്റ് സമയത്ത് വരിക. അപ്പം നമുക്ക് ഒത്തിരി വെയിലുണ്ടാവില്ല. വെയിലില്ലാത്തതിനാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു സ്ഥലമായിരുന്നു എന്തായാലും. ഒത്തിരി സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ ഫാമിലിയും കുട്ടികളും എല്ലാവർക്കും കയറാവുന്നതാണ്. ഒരു വീക്കെൻഡിൽ ഒരു ദിവസം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിൻ്റെ അടുത്ത്. അപ്പം എന്തായാലും ഇനി മഴ വരുന്നത് പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ